നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങ അച്ചാറിടാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായിരിക്കും ഈ വീഡിയോയിൽ ഉടനീളം ഉള്ളത്. അപ്പോൾ അച്ചാറിടാൻ വേണ്ടി നമുക്ക് ഈ നാരങ്ങ ഒന്ന് അവിക്കണം. അപ്പോൾ അതിൻ്റെ കാഴ്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകാം. നാരങ്ങ അച്ചാറ് ഉണ്ടാക്കാൻ വേണ്ടി നാരങ്ങ അവിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ നാരങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇടണം. ഉപ്പും കൂടി ഇട്ടാൽ നമുക്ക് കഴിക്കാം. എത്ര ഉപ്പ് വേണമെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല, ഒരു കണക്കിനിടാം. ഒരു സ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അവിക്കുന്നത് വരെ. അപ്പോൾ നമ്മളത് അവിക്കാൻ വേണ്ടി സ്റ്റൗ ഒക്കെ കത്തിച്ചിട്ടുണ്ട്. വയ്ക്കുകയാണ്. ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ അവിച്ചിട്ട് കാണാം. നാരങ്ങ അച്ചാറിൻ്റെ നാരങ്ങ അവിച്ച് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നല്ല തിളച്ച് നമുക്ക് കറിക്കാവുമ്പോൾ നമുക്ക് കാണാം. അപ്പം അവിച്ച നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ അച്ചാറിടാൻ വേണ്ടി ഒന്ന് അരിഞ്ഞെടുക്കണം. രണ്ടായിട്ടല്ലേ ഇങ്ങനെ അരിഞ്ഞെടുക്കണം. ഇവളെ അനിയത്തിയിലെ മോള് വന്നിരിക്കുന്നത്. അവള് ഭയങ്കര കോമഡിയിൽ ഇരുന്ന് ചിരിയും ഭയങ്കര എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചു പോണത്. 4 അരിയണം കേട്ടാ. ഇങ്ങനെ 4 അങ്ങോട്ട് അരിഞ്ഞിടണം. അപ്പൊ ഇതെല്ലാം അരിഞ്ഞിട്ട് നമുക്ക് കാണാം. നാരങ്ങയും പച്ചവളവും എല്ലാം അരിഞ്ഞ് തീർന്നിട്ടുണ്ട്. ഇപ്പം ഇനി ഇത് കറിയാക്കുന്ന രംഗം. അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ആദ്യം കായപ്പൊടി ഇടാം. അപ്പുറത്ത് പണി കിടക്കണം, അതിൻ്റെ സൗണ്ടാണ്. പുറത്താണെങ്കിൽ ഒരു അമ്മമ്മ ഇവിടെ കിടന്ന് തുണി അടിക്കണം, അതിൻ്റെ സൗണ്ട് തന്നെ. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ ഇറങ്ങിയാൽ അമ്മമ്മ അവരും കൂടി തുടങ്ങും. ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഒന്ന് നമ്മുടെ നാരങ്ങ അച്ചാറിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വേണ്ടില്ലേ? നാരങ്ങ അച്ചാറിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കടുക് ഇങ്ങോട്ട് കൊടുത്ത് അങ്ങനെ കടുക് പൊട്ടി തുടങ്ങി. വറ്റൽ മുളക് നമ്മളിട്ട് വറ്റൽ മുളക് ഇട്ട് കുറച്ച് വെളുത്തുള്ളിയും അതിലിട്ട് കരിവേപ്പിലയും ഇട്ട് ഇനി ഒന്ന് കിണ്ടി കൊടുക്കണം. ഇനി നമ്മൾ നാരങ്ങ തട്ടി കൊടുക്കുകയായിരുന്നു. അങ്ങനെ നാരങ്ങ തട്ടി കൊടുത്തിട്ടുണ്ട്. നല്ല കിരകിരാന്ന് ശബ്ദം. അവിടെ പാത്രം എടുത്തിട്ട് അടിച്ചത്. ഇതാവാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കാണാം. അങ്ങനെ നാരങ്ങ അച്ചാറ് റെഡിയായിട്ടുണ്ട്. അത് പാത്രത്തിലേക്ക് കോരയിടണം. മണമൊക്കെ ഉണ്ട്. നാരങ്ങ അച്ചാറായെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് വെട്ടക്കുറവൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നാരങ്ങച്ചാറ് റെഡിയാണ്. അപ്പം നാരങ്ങച്ചാറിൻ്റെ വീഡിയോ ഇത്രമാത്രമൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ. Me siento bien desde que me levanté. Cuando salió el sol fue cuando pude ver